നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രസംഗം നടത്തുന്നത് കേട്ടു. അത് വളരെ കഷ്ടപ്പെട്ട് വായിച്ചു തീർത്തതാണ്. ഒരു നോവൽ വായിക്കുന്ന ലാഘവത്തോടുകൂടി അത് വായിച്ചു തീർത്തു. ഒരു നോവൽ കേൾക്കുന്ന ലാഘവത്തോടുകൂടി ഞാനത് കേട്ടും തീർത്തു. കാര്യമായ യാതൊരു വസ്തുതകളും അതിനകത്തില്ല. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിന് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുച്ഛേദം അനുസരിച്ച്, വകുപ്പനുസരിച്ച് ഇങ്ങനെ ഒരു ബജറ്റ്, ഒരു ഫുൾ ബജറ്റ് പറയേണ്ട കാര്യമുള്ളതല്ല, പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളതുമല്ല. ഒരു വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായിട്ട് ഇത് പരിമിതപ്പെടുത്താമായിരുന്നു. അതിൻ്റെ പുറകിൽ, അതായത് ഇത് ഫുൾ ബജറ്റാക്കി ഇത്രത്തോളം സമയമെടുത്തത് വായിച്ചു തീർത്തു, ഇത്രത്തോളം വൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയാണ്, അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇന്ന് വരെ കഴിഞ്ഞ ബജറ്റിൽ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അതിലെന്തെങ്കിലുമൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ഈ 4.5 വർഷക്കാലം എവിടെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും ഇത് കേട്ടാൽ. ആ രീതിയിലാണ് ഇപ്പോൾ ഈ ബജറ്റ് ഇങ്ങോട്ട് വന്നത്. ഓരോരുത്തർക്കൊക്കെ അങ്ങ് പണം വാരി കൊടുക്കുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്, ഇന്നതുപോലെ കൊടുത്തു, ഇന്നത് കൊടുത്തു. ഇപ്പോൾ ആശമാർക്ക് 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു, പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് അതുപോലെ 1000 രൂപ വർദ്ധിപ്പിക്കുന്നു, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇതൊക്കെ ഇനി ആരാ കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്ന ഈ ഗവൺമെൻറ് അല്ല, അടുത്ത ഗവൺമെൻറ് അത് കൊടുത്തോണം. അപ്പോൾ അടുത്ത ഗവൺമെൻറ്റിന് വേണ്ടിയാണോ ഈ ബജറ്റ്, ഈ ഫുൾ ബജറ്റ് തയ്യാറാക്കിയത്? ഈ ഫുൾ ബജറ്റ് ഇനി വരുന്ന ഗവൺമെൻറ്റിന് യഥാർത്ഥത്തിൽ ബാധകമേ അല്ല. കാരണം വോട്ട് ഓൺ അക്കൗണ്ട് മാത്രം ഉള്ളൂ ഇവർക്ക് പറ്റുന്നത്, ഇവരുടെ കാലത്തുള്ളത് മാത്രം. ബാക്കിയുള്ള ആളുകൾ എന്ത് പ്രഖ്യാപിക്കും എന്നുള്ളതും എന്ത് നടപ്പാക്കും എന്നുള്ളതും അവരെ തീരുമാനിക്കുക, ഇവരല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രത്തോളം അങ്ങോട്ട് പറഞ്ഞേക്കുക. പിന്നെ ഈ ധനസമാഹരണം ഒന്നുമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പം അന്തരീക്ഷത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ പണം വാരിയെടുത്ത് വീശുക, അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇതെന്ത് പറയാനൊക്കും? ഇതിനെക്കുറിച്ച് ഒന്നുമില്ലാത്ത ഈ ബഡ്ജറ്റ്, ഒന്നുമില്ല അതിൽ. ഇത് എല്ലാം ഒരു ഇനി ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോകുന്നു, അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇതാണ്. ഇതൊക്കെ വിളിച്ച് പറയുമ്പം എന്തിനാ, ഇതിൻ്റെ കാരണം എന്താ? ഈ ഫുൾ ബജറ്റിൻ്റെ കാര്യം, ഞങ്ങൾ ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു, ഒന്നും നടത്തുന്നതല്ല എന്ന് കാണിച്ചിട്ട് ഈ വോട്ടേഴ്സിനെ, അതായത് വോട്ട് ചെയ്യാൻ വരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ശ്രമമാണ് നടത്തുന്നത്. ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല കേട്ടോ. അടുത്ത ഇലക്ഷന് വരും, അധികാരത്തിൽ വരും എന്നുള്ള ഒരു കോൺഫിഡൻസും ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതേപോലുള്ള ഒരു നോവൽ ബഡ്ജറ്റ് നമുക്ക് മുമ്പിൽ ഇതുപോലെ അവതരിപ്പിക്കാനായിട്ടുണ്ടായ കാര്യം, ചെയ്ത വികാരം അതാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും, മറ്റേത് മറിച്ചത് ചെയ്യും. ഇത്രയും വർഷങ്ങളായിട്ട് ഇതൊന്നും ചെയ്തില്ല. ഇനിയിപ്പോൾ എലക്ഷൻ അങ്ങോട്ട് അടുത്തിരിക്കുന്നു, അപ്പോൾ അതിനങ്ങ് പ്രഖ്യാപനങ്ങളാണ്. എന്നിട്ട് പറയാമല്ലോ, ഇനി അതുപോലെ തന്നെ ഈ പെൻഷൻകാർക്ക്, സത്യത്തിൽ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് ഈ പെൻഷൻകാരുടെ നടുവൊടിച്ച ഒരു സംഭവമാണ്. വളരെ കഷ്ടമാണ് കേട്ടോ. 450 രൂപ, 1000 രൂപ ഒക്കെ ആ പെൻഷൻ കിട്ടുന്നത്. ആ രീതിയിലേക്ക് മാറിപ്പോയി ആ പാവങ്ങളുടെ ഗതികേട് ആണ്. ഇനി അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന രീതി, ഒരു അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഒരു പകുതിയെങ്കിലും പെൻഷനായിട്ട് കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറാൻ പോകുന്നു എന്ന് പറയുന്നു. അത് എവരെല്ലാം മാറുന്നേ? അടുത്ത സർക്കാർ. അപ്പോൾ ഇതുപോലെ ഓരോ പ്രഖ്യാപനങ്ങളും നടത്തി ഇല്ലാത്ത പണം എടുത്ത് ചിലവാക്കുന്ന രീതിയിൽ കാണിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതെല്ലാം കൊണ്ട് വെക്കുന്നത് അടുത്ത ഗവൺമെൻറ്റിൻ്റെ മുകളിലോട്ടാണ്. ഇവർ തന്നെ വരുമെങ്കിൽ ഇവർക്ക് തന്നെ ഇത് പാരാ, വരാൻ സാധ്യതയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇത് ഇത്രയും നാൾ ആളുകളെ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പരിപാടിയും കയ്യിരിപ്പില്ലെന്നുള്ളതാണ്. വലിയ പ്രഖ്യാപനങ്ങൾ ഇതുപോലെ അങ്ങോട്ട് ഓരോന്നോരോന്നങ്ങോട്ട് നടത്തും കേട്ടോ. ഇനിയിപ്പോൾ ആ നടത്താൻ പോകുന്നത് അടുത്തത് RRTS കേട്ടോ, റീജിയണൽ റാപ്പിഡ് ട്രെയിൻ അത് അത് ട്രാൻസിറ്റ് സിസ്റ്റം അത് കൊണ്ടുവരുന്നു. അതിന് ഞങ്ങൾ അത് 12 വർഷം കൊണ്ട് കൊണ്ടുവരും. ആ 12 വർഷത്തെ കാലാവധിക്കുള്ളിൽ അത് നടപ്പാക്കും. അപ്പോൾ അതിന് എല്ലാ ജില്ലകൾക്കും പ്രാധാന്യമുണ്ടായിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എവിടുന്ന പണം? ആര് കൊടുക്കണം ഇതിൻ്റെ പണം? ഇപ്പം അതിന് 100 കോടി രൂപ എടുത്ത് അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് മിക്കവാറും കാരണം ഇതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കാൻ പോലും ഇവരെ കൊണ്ട് പറ്റില്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് ഒക്കുന്ന കാര്യമല്ല. അത് ചിലപ്പോൾ DPR ഒക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കുറ്റിയിടാൻ വേണ്ടി ആയിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പ്രിലിമിനറി ആയിട്ടുള്ള നടപടികൾക്ക് പ്രാരംഭ ചെലവുകൾക്കായിട്ട് 100 കോടി രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട്. അതടിച്ചു മാറ്റാൻ പറ്റും ചിലപ്പോൾ. കാരണം വേറെ വല്ലതും ഉണ്ടെങ്കിലല്ല കാണുമ്പോൾ അത് ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ, ആ രീതിയിലേക്ക് പോകും. അതുപോലെ തന്നെ കഴിഞ്ഞ തവണയൊക്കെ ചെയ്തേക്കുന്ന ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ നീക്കി വെച്ചിട്ട് അതൊക്കെ വകമാറ്റി അങ്ങ് ചിലവഴിക്കും. ആ പരിപാടിയാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമില്ലേ, അതാണ് ഇപ്പോൾ നമ്മുടെ ശ്രീ ബാലഗോപാലിൻ്റെ ഈ ബഡ്ജറ്റ്. അല്ല, ഒന്നുമല്ല. പിന്നെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ അങ്ങ് നടത്തി ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്ന് ആളുകൾക്കൊരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കാൻ പോവുക. ഈ ഗവൺമെൻറ് ഇത്രയൊക്കെ തരുന്നില്ലയോ, ഇത്രയൊക്കെ തരാൻ പോവല്ലേ എന്ന്. ഒന്നും തരാനല്ല, വെറും വാഗ്ദാനം മാത്രം, യാതൊരു കാര്യവുമില്ല. അതാണ് ഈ ബഡ്ജറ്റ്. അല്ലാതെ ഒന്നുമില്ല, നത്തിങ്. വെറും പൊള്ളയായ ഒരു ബഡ്ജറ്റ്. എന്തിന് നമ്മുടെ ഈ മലയാളികളെ, എന്തിന് ഈ കേരളത്തിലുള്ള ആളുകളെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നു? വോട്ടിന് വേണ്ടിയാണോ? ഇവർ തന്നെ പറയുമല്ലോ 4 വോട്ടിന് വേണ്ടി എന്ത് വൃത്തിയിടും. അത് തന്നെയല്ലേ നിങ്ങൾ കാണിക്കുന്നത്? 4 വോട്ടിന് വേണ്ടി ഇതാണോ ചെയ്യേണ്ടത്? ഇത് വല്ല പ്രയോജനമുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞേക്കുന്നതൊക്കെ? ഒന്നുമല്ല, നത്തിങ്. പിന്നെ അതിനകത്ത് ആകെ 2-3 കാര്യങ്ങൾ മാത്രമാണ് താല്പര്യമായിട്ട് തോന്നിയത്. ഈ ആശമാരുടെ അത് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചേഴ്സിൻ്റെ അതൊക്കെ വളരെ കുറവായിരുന്നു, അത് വർദ്ധിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള പിന്നെ പാചക തൊഴിലാളികൾക്ക് സ്കൂളിലെ അവർക്ക് ഒരു 25 രൂപ ഡെയിലി വർദ്ധിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സ്വാഗതാർഹമായ തീരുമാനമാണ്. പക്ഷേ അത് ഇത്രയൊന്നും പോരാ, കുറേ കൂടെ കൊടുക്കാമായിരുന്നു. എത്രയോ നാളുകൾ കൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് കിടന്നിട്ടാണ് അവസാനം ഈ പിച്ചക്കാശ് പോലെ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇതേയുള്ള എന്നിട്ട് അത് ഏതാണ്ട് വലിയ ഇതായിട്ട് കാണിക്കുകയാണ്, ഇങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവുന്നു എന്ന്. ഇത് ഇലക്ഷന് വേണ്ടിയുള്ള ഒരു ജിമ്മിക്ക്, ഒരു സർക്കസ് എന്നുള്ളതല്ലാതെ ഇതൊന്നുമില്ല. ഈ സർക്കസിനകത്ത് ഈ ജനങ്ങൾ വീണു പോകരുത്, ശ്രദ്ധിക്കണം. കാര്യം ഇത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട. അല്ലാതെ അവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ട്, അവരെ കൊണ്ട് വല്ല നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ബജറ്റിനെ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഇവരെന്തെങ്കിലും തരാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. കാരണം ഇവർക്ക് തരാൻ പറ്റില്ല. മാത്രമല്ല, ഒരു ഓട്ടോ അക്കൗണ്ടിൻ്റെ സ്ഥാനത്താണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അത് ഇവർക്ക് ഇതും അടുത്ത് വരാൻ പോകുന്ന സർക്കാരിൻ്റെ മുകളിൽ ഈ ബാധ്യത അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം. പക്ഷേ അവർക്കിത് ബാധകമല്ല. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിപ്പം ഒരു 3 മാസത്തിനകത്ത് ഇലക്ഷൻ വരുമല്ലോ, ആ ഇലക്ഷൻ്റെ പീരീഡിലേക്ക് വേണ്ടി മാത്രമുള്ള ഒരു കലാപരിപാടി എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയണം.